എൻ്റെ പേര് ബിന്ദു ബെന്നി. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മാർച്ച് മാസം 11-ാം തീയതിയാണ്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട് ധന്യാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷൈനി ചേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ ആദ്യമായി കൊണ്ടുവരുന്നത്. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളായിരുന്നു എൻ്റെ വിഷയം. ആദ്യത്തേത് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് ഞെട്ടുക, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന പെരുവിരലിലും കാലിലും നാക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായിട്ട് എനിക്ക് ഏകദേശം ഈ അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും കൂടി വന്നു. ഒരു സ്പൂൺ വീഴുന്ന ശബ്ദമോ ഒരു സ്വിച്ച് ഇടുന്ന ശബ്ദമോ പോലും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടി ഉണരുകയും എനിക്ക് ഈ ഷോക്ക് അടിക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് മനസ്സിൽ ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടേ കാണിച്ചു. അവിടെയൊന്നും ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇയാൾക്ക് ടെൻഷനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി എൻ്റെ BP ഇച്ചിരി കൂടുതലാണ്, അതാണെന്നാണ് അവർ പറയുന്നത്. BP-യുടെ ടാബ്ലറ്റ് തരുന്നു, എന്നെ പറഞ്ഞു വിടുന്നു. വീണ്ടും ഞാൻ ഈ അസ്വസ്ഥതയുണ്ടായ ഒരു രാത്രി മൊത്തം ഒരു മിനിറ്റ് പോലും ഉറങ്ങാത്തൊരു രാത്രി ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ഞാൻ പറഞ്ഞു നമുക്ക് തൊടുപുഴയ്ക്ക് സെൻറ്റ് മേരീസിലെങ്ങാനും പോകാം, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ഷോപ്പ് നടത്തുന്നവരാണ്, 2 പേർക്കും ഹസ്ബൻഡിനും എനിക്കും ഷോപ്പ് തന്നെയാണ്. ഞങ്ങൾ രാവിലെ കടയൊക്കെ അടച്ചിട്ടു. രാവിലെ തൊടുപുഴയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറയുന്നത് എനിക്ക് ടെൻഷനാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല, ഇയാൾക്ക് ഓൾറെഡി ഇപ്പോൾ BP ഇച്ചിരി കൂടുതലാണ്, അത്രയേ ഉള്ളൂ, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരും BP-യുടെ ടാബ്ലറ്റ് തന്നു വിട്ടു. അങ്ങനെ ഞാൻ പിന്നെ മടുത്തു, ആശുപത്രിയിലൊന്നും പോകുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, എന്നിട്ടും എന്താ എനിക്കിങ്ങനെയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ ഒരു ചേച്ചി കടയിൽ വന്ന ഒരു ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഷോപ്പ് നടത്തുവാണെന്ന്, ആ കടയിൽ വന്ന ചേച്ചി എനിക്കൊരു കൃപാസന പത്രം തന്നു. അത് ഷൈനി ചേച്ചിയാണ്. ഷൈനി ചേച്ചി എന്നോട് പറഞ്ഞു നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഈ ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തൊണ്ടയൊക്കെ പൊട്ടി ചോര വരും. അപ്പോൾ ഇത്രയും ദൂരമൊന്നും എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒരു ദിവസം വന്നൊരു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ആ തന്ന പത്രം അന്ന് രാത്രി ഞാൻ എൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു. അന്ന് എനിക്ക് ഈ ഞെട്ടലുണ്ടായില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. എന്നാൽ പിന്നെ ഇവിടെ പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണം. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല, എങ്കിലും ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഇതായി. പെട്ടെന്ന് പോകണം എന്നുള്ള ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിളിയായി. പിന്നെ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ആ പത്രം തലയുടെ അടിയിൽ വെച്ച് അന്നു മുതൽ ഇന്നു വരെ എനിക്ക് ഈ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഓൾറെഡി BP കൂടുതലാണല്ലോ, എപ്പോഴും BP ഹൈ ആയി നിൽക്കുന്നു, കുറയുന്നില്ല, ഇടയ്ക്ക് കുറയും തന്നെ കൂടും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ട്, ചെറിയ തലകറക്കം, ക്ഷീണം, അങ്ങനെയുള്ള എനിക്ക് എന്നും രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കണം, എൻ്റെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും നടത്തി പള്ളിയിൽ പോകണം, തിരിച്ചു വന്ന് എനിക്ക് 9 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകണം, വൈകിട്ട് 6 ആകുമ്പോൾ ഇത് തന്നെയാണ് 365 ദിവസം എൻ്റെ ജോലി. അപ്പോൾ എനിക്കിത് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈ BP 1 ഉടമ്പടി എടുത്തു, പുതുക്കി, 2 പുതുക്കി, 3 പുതുക്കി എന്ന 3-ാമത്തെ പുതുക്കലിന് ശേഷം ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ തന്നെ ഇരുന്നു. ഒരുപാട് നാളുകൾ പോയി, BP പൂർണ്ണമായിട്ടങ്ങ് മാറുന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നു. അതിനുശേഷം ഈ പ്രാവശ്യം ജപമാല റാലിക്ക് ഞങ്ങൾ രാത്രി 10:45 അവിടെ നിന്ന് പോരുന്നത്. ആ പോരുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പുറമെല്ലാം തിരുമ്മിത്തന്ന്, കാലെല്ലാം തിരുമ്മിത്തന്ന്, നീ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകും, ഇത്രയും നേരം ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോകാം, ധൈര്യമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിയെ കയറി ആർത്തുങ്കപ്പള്ളി പോയി ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പോരുന്നു. വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് പുറം വേദനയൊക്കെ ഉണ്ട്. തിരിച്ചിവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ മഴയായിരുന്നു. കുട പിടിക്കണം, എൻ്റെ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എനിക്ക് റാലി തുടങ്ങിയപ്പോൾ മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. ഞാൻ ബാഗ് ഒരു തോളയിൽ നൂരി ഇപ്പുറത്തെ തോളയിലിട്ട് നോക്കും, തിരിച്ചിപ്പുറത്തെ തോളയിലിട്ട് നോക്കും, രണ്ടും കൂടി ഇട്ട് നോക്കി, എനിക്ക് പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല, കുട പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുവാണ്
കുറച്ച് മുമ്പോട്ട് പോകാം, എവിടെയെങ്കിലും ഒരു കവലയിൽ ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ കാണുന്ന സ്ഥലം ചെത്തുമ്പോൾ ഞാൻ പറയാം, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ചേച്ചി, നിങ്ങൾ പൊക്കോ, ഞാൻ അർത്തുങ്കപ്പള്ളിയിലേക്ക് വന്നേക്കാം എന്ന് പറയാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എങ്ങനെയോ ഒരു വണ്ടിയും കാണുന്നില്ല, ഒരു സ്ഥലത്തും എല്ലാം ഇങ്ങനെ ഇരുട്ടത്തൂടെ പോകുന്നു, കവലകൾ മാത്രം, ഒരു വണ്ടിയോ വാഹനങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിത് മറന്നുപോയി. ഞാൻ വീണ്ടും 6:10 ഞാൻ കടൽ തീരത്ത് ചെല്ലുന്നത്. ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എനിക്കിപ്പോൾ പറയാൻ ഒരു അസ്വസ്ഥതയില്ല, ഞാൻ വളരെ സ്പീഡിലാണ് നടക്കുന്നത്, നടന്നു പോയതും ഇതൊക്കെ പിന്നെ അന്ന് ആ കടൽ തീരത്ത് വെച്ച് ഞാൻ ഓർത്ത ആ സമയം മുതൽ ഇന്ന് വരെ എൻ്റെ BP നോർമലാണ്. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് 6-7 വർഷങ്ങളായിട്ടുണ്ടാകും എൻ്റെ BP. ഇപ്പോൾ എനിക്ക് 120/80 അല്ലാതെ എൻ്റെ BP ഒരിക്കൽ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. ഞാൻ രാവിലെയും വൈകിട്ടും BP ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ വീടിനകത്ത് തന്നെയുള്ള ഒരു വ്യക്തി എന്നെക്കുറിച്ച് ഒരു മോശമായ രീതിയിലൊരു സംസാരമുണ്ടായപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റാത്തതായിരുന്നു. അപ്പം നമ്മളെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട്, നമ്മുടെ കുടുംബത്തെ പോലെ കരുതിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ വിഷയം. ക്ഷമിക്കാൻ പറ്റാഞ്ഞിട്ട് പോയിട്ട് അവരുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മാനസികാവസ്ഥ മാറി. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാനെന്നും പള്ളിയിൽ പോകുന്ന ആളല്ലേ, കുമ്പസാരിക്കുന്ന ആളല്ലേ, ഞാൻ കുമ്പസാരത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ എനിക്കിത് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് എന്ന് ഞാൻ തന്നെ ചിന്തിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നോക്കും, അവരോട് സ്നേഹമായിട്ടൊക്കെ ഇടപെട്ട് നോക്കും. എന്നാലും ചില സമയങ്ങളിലൊക്കെ എനിക്കിത് ഈ ഓർമ്മ വരികയും എനിക്ക് സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. പിന്നെ ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. ഈ സങ്കടത്തിൻ്റെയും കരച്ചിലിൻ്റെയൊക്കെ പുറകിൽ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നൊരു തോന്നലും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാനത് ഉടമ്പടി വെച്ച് 5ാമത്തെ ഉടമ്പടിക്ക് ശേഷമാണ് എനിക്കിതിൻ്റെ കനം കുറഞ്ഞു വന്നു. 5ാമത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ എപ്പോഴോ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇപ്പം സ്നേഹമായിട്ട് ഇടപെടാനും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ പരിശുദ്ധ അമ്മയോടല്ലേ ഞാൻ ഉടമ്പടി ചെയ്തത് എന്നെൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. അവരെക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പൂർണ്ണമായിട്ടും എന്നിൽ നിന്നും മാറി. എനിക്കങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നാണ്, ഈ കുടുംബത്തിലെ ഈശോയ്ക്കും മാതാവിനും വസിക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് എനിക്ക് വന്നു. അങ്ങനെ ആ ഒരു അവസ്ഥ അതിൽ നിന്നും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എനിക്ക് വിമുക്തി തന്നിട്ടുണ്ട്. 4ാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം വീട് മൂന്നാറിനപ്പുറം ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. എങ്കിലും അന്നും ഉള്ളതുപോലെ തന്നെ ആ വീടിലെ അംഗങ്ങളൊക്കെ കൂടി വന്നെങ്കിലും വീടിന് ഒരു സൗകര്യക്കുറവുണ്ട്. അപ്പം ഒരുപാട് പ്രായമായ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സാമ്പത്തികമായിട്ടൊക്കെ അടുത്ത് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ പണി തുടങ്ങാനോ അതൊന്ന് സൗകര്യത്തിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളുമുണ്ട്, ഇവിടുത്തെ പേരൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെല്ലുമ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി വെച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പതുക്കെ പണികൾ തുടങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഒരു 3 മാസം അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സ്പീഡിൽ ആ പണികൾ മുഴുവൻ, ഒരു ചെറിയ പണി പോലും ബാക്കിയിടാതെ മുഴുവൻ പണികളും പൂർത്തിയാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു വീടായിട്ട് തീർന്നു. അതാണ് 4ാമത്തെ സാക്ഷ്യം. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയോട് എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്രവിതരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു നാട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 25-26 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പത്രവിതരണം നടത്തണമെങ്കിൽ ഒരു ദിവസം മെനക്കെട്ട് നമ്മൾ ദൂരോട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം യാത്ര ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാനത് കിട്ടാത്ത ഇടങ്ങൾ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ആദിവാസി മേഖലകളൊക്കെ ഉണ്ട്.
അവരുടെ ഇടയിലേക്കൊക്കെ ഈ പത്രവിതരണം ചെയ്താലോ എന്നെനിക്ക് തോന്നി. അങ്ങനെ അവരിലേക്ക് പത്രവിതരണം തുടങ്ങി ഞാൻ. അതുപോലെ തന്നെ അവരുടെ നമ്പറുകളൊക്കെ ഫോണിൽ വാങ്ങി അത് എൻ്റെ ഫോണിൽ സേവ് ചെയ്തു. അപ്പോൾ ഷോപ്പായതുകൊണ്ട് എല്ലാവരും കടകളിൽ വരും, എന്നും തന്നെ മിക്കവരെയും നമുക്ക് അവരെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോടും കൃപാസനത്തെക്കുറിച്ചും ജോസഫസിൻ്റെ ധ്യാനത്തെക്കുറിച്ചും ഇവിടുത്തെ രീതികളെക്കുറിച്ചും ഒക്കെ ഞാൻ അവരോട് പറയും. അവർ അത് കേൾക്കും. അവർക്ക് ഭയങ്കര ഒരു ജിജ്ഞാസയായി. അവരെയും ഒന്നും അറിയില്ലാത്ത ഒരു ജനതയാണല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ഇതെല്ലാം അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഈ ടോക്കുകളും ഈ കൃപാസന പത്രവും അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളവരല്ല, എങ്കിലും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. അവർ വാങ്ങുന്നു, ആ ടോക്കുകൾ കേൾക്കുന്നു. ഇപ്പോൾ അവർ കുറച്ച് പേര് ആദിവാസികളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പോകുമ്പോൾ പറയണം, എനിക്ക് ഞങ്ങൾക്കൊന്ന് വരണം, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പം ഓരോരുത്തരായിട്ട് കൊണ്ടുവരും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ട് കിടക്കുന്നവരെ സന്ദർശിക്കും. അവർക്ക് വേണ്ട സാനിറ്ററി പാഡുകളോ ഹോട്ട് വാട്ടർ ബാഗുകളോ മരുന്നുകളോ ഒക്കെ എത്തിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരു കൃപാസനം കൂട്ടായ്മ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഉള്ള ചേച്ചിമാർ, ഞങ്ങൾ 2-3-4 ചേച്ചിമാരുണ്ട്, അവരെല്ലാവരും കൂടി പൈസയൊക്കെ ഇട്ട് അവർക്ക് വേണ്ട അരി സാധനങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ കൊടുക്കുന്ന 2-3 ചാക്ക് അരിയൊന്നും അവർക്കൊന്നിനും ആകത്തില്ല. എങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ അരിയും പച്ചക്കറി സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഒരു ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് പത്രങ്ങൾ കൊടുക്കും, അവരോട് സംസാരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേച്ചിമാർ പാട്ട് പാടുന്നവരുണ്ട്, അവരൊക്കെ പാട്ടൊക്കെ പാടും. അങ്ങനെ അവരെല്ലാവരെയും സന്തോഷിപ്പിക്കാനും സന്ദർശിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ഞങ്ങളുടെ നാട്ടിലല്ല, കുറച്ച് ദൂരെയാണ് ആ കുട്ടി. കുട്ടിയുടെ പേരൻറ്റ് ഡയാലിസിസ് പേഷ്യൻ്റാണ്. കുട്ടി ഓൾറെഡി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്ക് ഡിസേബിൾഡ് ആയതുകൊണ്ട് പഠിക്കാൻ സീറ്റ് കിട്ടി, പക്ഷേ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്നെ ഒരു ആൻറ്റി വിളിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ചേച്ചിമാരെയും ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ ഇപ്പം ഞങ്ങൾ പൈസ കൊടുത്ത് ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തേക്കാണ് ആ കുട്ടിയുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഇതുപോലെ തന്നെ മരുന്ന് വാങ്ങാനുള്ള പൈസ ഞങ്ങൾ ഈ ചേച്ചിമാരെല്ലാവരും, അതായത് ഒരാൾക്ക് തന്നെ എടുക്കാൻ അത്ര വലിയൊരു എമൗണ്ട് എപ്പോഴും കാണില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ആ എമൗണ്ട് ഇട്ട് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കടയിലിരുന്ന് ഫ്രീ ടൈമിലൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരെയും, നമുക്കറിയാലോ ഒരു ഗ്രാമമായതുകൊണ്ട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ അവർക്ക് ചുമ്മാ പൈസ വാങ്ങാറില്ല. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ മക്കളും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും സന്തോഷത്തോടുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ദിവസമല്ല, 2 പ്രാവശ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ മാതാവിൻ്റെ ഈ ഗ്രേ കളറിലുള്ള ഈ കാപ്പ്, ഈ ഷോള് പോലെയുള്ള അത് എന്നെ ഒരു ദിവസം എന്തോ പേടിച്ച് നിന്ന എന്നെ അതൊരു ടെൻ്റ് അടിക്കുന്നത് പോലെ വന്ന് ഇങ്ങനെ എന്നെ കവർ ചെയ്ത് നിന്നു. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് പറയാൻ ഇങ്ങനെ നമുക്ക് വാക്കുകളൊന്നുമില്ല. അതായത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സമാധാനം, അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വപ്നത്തിൽ ഞാൻ അങ്ങനെയാണ്. 2ാമത്തെ സ്വപ്നത്തിൽ ആ കടൽ തീരത്ത് വെച്ച് അച്ഛൻ പറഞ്ഞു, കട്ടയായിട്ടുള്ള മഞ്ഞ് കട്ടകൾ ഇങ്ങനെ പല രൂപത്തിലും ഇങ്ങനെ വരുന്നു. അപ്പം അച്ഛൻ പറയുന്നു എല്ലാവരും അതിലേക്ക് നോക്ക്, അതിൻ്റെ അകത്ത് മാതാവുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ പറന്നു വന്ന ഒരു കട്ട പിടിച്ച് അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മാതാവ്, പക്ഷെ മാതാവിൻ്റെ മുഖം പ്രകാശം കൊണ്ട് ഇങ്ങനെ പ്രകാശിച്ച് നിന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ബാക്കി
നമ്മുടെ ഉടുപ്പും കൈയും കാലും തലയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മുല്ലപ്പൂവിൻ്റെ മണം 1-2 തവണയൊക്കെ എനിക്ക് ഇന്നും അവിടെ ചെന്നിരുന്നപ്പം ഞാനിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം പോലെ തോന്നി. അപ്പം ഞാൻ ഓർത്തു, ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. അതെനിക്ക് പറയാൻ പറ്റി. ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശു തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, വിശുദ്ധിയോടെ ജീവിച്ചാൽ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചാൽ ഇതുപോലെയുള്ള അനുഗ്രഹം, മനസ്സിൻ്റെ അനുഗ്രഹം, നിയോഗങ്ങളെക്കാളെല്ലാം അപ്പുറം, നിയോഗങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല, മരിച്ചു പോകും. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിയോഗങ്ങൾക്കൊന്നും ഒരു വിലയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ആത്മാവിനെ ഈശോയ്ക്കായിട്ട് കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 36-ാം തിരുവചനം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ബിന്ദു ബെന്നിയുടെ അനുഭവം അതുതന്നെയാണ്. ഈശോയെ തൊടാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈശോ തൊട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിലും ഈശോയെ തൊടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുടെ അനുഭവങ്ങൾ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മെ സ്പർശിക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും നാം അവിടുത്തെ ദിവ്യകാരുണ്യമായി സ്വീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ സ്പർശിക്കുകയാണെന്ന് ഉടമ്പടിയെടുത്ത മക്കൾ വളരെ ആധ്യാത്മികമായി വളർന്നു കഴിയുമ്പോൾ ഈശോയുടെ സ്പർശനം നാം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നാം എത്തുകയാണ്. ബിന്ദു ബെന്നിയുടെ സാക്ഷ്യവും പ്രത്യക്ഷീകരണ സാക്ഷ്യവും വ്യത്യസ്തമല്ല. ഈശോയെ അനുഭവിക്കുവാനുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഈശോ തന്നെ സാധിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. ബിന്ദു ആദ്യമായി തന്നെ സൗഖ്യത്തിലേക്ക് വന്നത്, വിശ്വാസത്തിലേക്ക് വന്നത് ഇവിടെ നിന്ന് കിട്ടിയ കൃപാസനം പത്രം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ്. ഒരു വലിയ സൗഖ്യം 5 വർഷമായിട്ടുണ്ടായിരുന്ന വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചെറിയ സ്വരങ്ങൾ കേൾക്കുമ്പോൾ പോലും പേടി തോന്നുന്നതും ശരീരത്തിൽ വേദന ഉണ്ടാകുന്നതുമായ ഒരു പ്രത്യേക അവസ്ഥ, ആ ഒരു രോഗത്തിൽ നിന്ന് വളരെ വലിയ ഒരു വിടുതലും സൗഖ്യവും ലഭിച്ചത് ഈ കൃപാസനം പത്രം, ദൈവവചനം ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോഴാണെന്ന് ബിന്ദു ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും നാം എപ്പോഴും കൃപാസനം പത്രം നാം വായിക്കുമ്പോൾ വളരെ ദാഹത്തോടെയാണ് നാം വായിക്കുന്നതും വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം അതെല്ലാം വിതരണം ചെയ്യുന്നതും. കാരണം അത് അത്ഭുതങ്ങളാണ് അതിലുള്ളത്. ജോസഫ് അച്ഛൻ നമുക്ക് നൽകുന്ന വലിയ മഹത്തായ ഉപദേശങ്ങളാണ് അതിലുള്ളത്. ജോസഫ് അച്ഛൻ സ്വമേധയാ ഒന്നും തന്നെ പറയുന്നതല്ല. അദ്ദേഹത്തിന് ഓരോ പ്രാർത്ഥനയിലും ഓരോ ധ്യാനങ്ങളിലും അച്ഛന് വെളിപ്പെട്ടി കിട്ടുന്ന വലിയ റിഫ്ലക്ഷൻസാണ് അച്ഛൻ പറയുന്ന ആ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത്. നമുക്കത് ആർത്തിയോടെ വായിക്കുകയും അത് ശ്രവിക്കുകയും അത് മറ്റുള്ളവർക്ക് കൈമാറാൻ ഒരു വിശ്വാസ കൈമാറ്റമാണ്. നമുക്കത് കൃത്യമായി ചെയ്യുകയും ചെയ്യാം. അതോടുകൂടി സഹോദരിക്ക് വലിയ മറ്റൊരു സാക്ഷ്യം ഏറ്റുപറഞ്ഞത് BP എപ്പോഴും ഇറഗുലറായിരുന്നു. ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുത്ത് കടൽ തീരത്തെത്തിയപ്പോൾ തന്നെ നമുക്കറിയാം, കടൽ തീരത്ത് വെച്ചാണ് പരിശുദ്ധമ്മയുടെ മഴവില്ല് നാം എല്ലാവരും കണ്ടത്. അവിടെ വെച്ചാണ് ഈ മകൾക്ക് വലിയ ഒരു സൗഖ്യം. അവിടെ വെച്ച് എൻ്റെ BP-യെക്കുറിച്ച് ഒട്ടും തന്നെ ബോധവതിയല്ലാത്ത ഒരു സ്റ്റേജ് വന്നു. കാരണം BP ശല്യപ്പെടുത്തുന്നില്ല, എൻ്റെ ബ്ലഡ് പ്രഷർ നോർമലായ ഒരു സ്റ്റേജ് സഹോദരിക്ക് മനസ്സിലായി. ഇതിനെല്ലാം നിദാനമായി നിൽക്കുന്നത് ക്ഷമിക്കുവാനുള്ളൊരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു. നമ്മുടെ യോഗ്യതകൾ കൊണ്ടൊന്നല്ല, ക്ഷമിക്കുവാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ കൃപയാണ്. അതൊരു അഭിഷേകമാണ്. ആരോടായാലും, സ്വന്തപ്പെട്ടവരോടായാലും, കൂട്ടുകാരോടായാലും, നമ്മെ വേദനിപ്പിച്ചവരോടായാലും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഒട്ടും തന്നെ നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിനെ തിരിച്ചറിയാനുള്ള ഒരു വലിയ കൃപ ബിന്ദുവിന് ലഭിച്ചു. നാം ജോഷുവയോട് പറയുന്നത് ദൈവം ജോഷുവയോട് പറയുന്നു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പഴയ നിയമത്തിൽ നാം നാളെ എന്ന് കേൾക്കുന്നത്, പുതിയ നിയമത്തിൽ ഈശോ ഇന്ന് തന്നെയാണ് നമുക്ക് ആ അത്ഭുതം പ്രവർത്തിക്കുന്നത്. സക്കേവൂസിനോട് ഈശോ പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നമുക്ക് ക്ഷമിക്കുവാനും അനുദപിക്കുവാനുള്ളൊരു കൃപ ലഭിച്ചു കഴിഞ്ഞാൽ
ബിന്ദു പറഞ്ഞതുപോലെ നിയോഗങ്ങൾ സാധിക്കുക എന്നതിനേക്കാൾ അപ്പുറമാണ് ഒരു വലിയ സ്വർഗീയ അനുഭവമാണ് ആ ഒരു വലിയ വിടുതൽ. നമുക്ക് ക്ഷമിക്കുവാനും നമുക്ക് ക്ഷമ ലഭിക്കുന്നതുമായ ഒരു വലിയ അനുഗ്രഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വലിയ കൃപയാണത്. നമുക്കറിയാം എല്ലാ പ്രാർത്ഥനകൾക്കും നമുക്ക് ഉത്തരം ലഭിക്കും. ഇവിടെ ചില മക്കളെങ്കിലും ഇവിടെ വന്ന് വാശി പിടിക്കാറുണ്ട്, എൻ്റെ മകൻ മരിച്ചുപോയി, എനിക്ക് ആ മകൻ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് ഇനി ജീവിതമില്ല, ഞാനും ഇങ്ങനെയുള്ള ഇതെല്ലാം ഒരു തരം വാശി എന്ന് പറയാം. അതൊരു നല്ല പ്രാർത്ഥനയല്ല. കാരണം ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നാം ആഴത്തിൽ ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ പിടിവാശിയിൽ നിന്ന് നാം വിട്ടുപോകേണ്ടതാണ്. ചില കാര്യങ്ങൾ നമുക്ക് സാധിക്കാത്തത് ദൈവേഷ്ടം എന്തെന്ന് നാം തിരിച്ചറിയുന്നതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും നാം ചൊല്ലുന്നുണ്ടല്ലോ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, ഇപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല, എൻ്റെ മരണസമയത്തും നീ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണം, എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കാനായി ഈശോയോട് പ്രാർത്ഥിക്കണം. ഒരു വലിയ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ബിന്ദുവിന് ലഭിച്ചിട്ടുള്ളത് ഒരു വലിയ പ്രാർത്ഥനാനുഭവമാണ്. കാരണം എല്ലാവരോടും ക്ഷമിക്കുവാനും ക്ഷമയുടെ വലിയ അഭിഷേകം ലഭിക്കുവാനും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും ഒരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ബിന്ദു എന്ന സഹോദരി വലിയ വലിയ കാര്യങ്ങളാണ്, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. പാവപ്പെട്ടവരായ മനുഷ്യരെ, ഈശോയെ അറിയാത്തവരെ തേടിപ്പിടിച്ച് ആദിവാസികളായ മക്കളുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് കൃപാസനം പത്രം കൊടുത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് ആനയിക്കുവാനുള്ള ഒരു വലിയ മനസ്സുകൂടി ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ഇവർ എല്ലാവരെയും സഹായിക്കുകയും വളരെ പ്രത്യേകമായി ഡയാലിസിസ് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് പഠിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും ആ ഗ്രൂപ്പ് ചെയ്ത് അതിനെല്ലാം ഇവരെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. നമുക്കൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഉടമ്പടി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബിന്ദുവിന് അതെല്ലാം സാധിക്കുന്നത് വലിയ കൃപയുടെ ഒരു അടയാളമാണ്. സ്വപ്നദർശനത്തിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും എല്ലാം ഈ മകൾക്ക് പരിശുദ്ധ അമ്മ സാമീപ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സന്തോഷമായിരിക്കാൻ, മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഗ്രോസറി സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാനും അതെല്ലാം ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി ജീവിതം നാം അച്ഛൻ്റെ ഭാഷയിൽ അടുക്കും ചിട്ടയും വൃത്തിയുമായി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ള കൃപ ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും സാമീപ്യത്തിനും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥനും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.